ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ വർഷാവസാനം ഇന്ത്യയിലേക്ക് സന്ദർശനം നടത്താനിരുന്നതാണ്. ആ സന്ദർശനം റദ്ദാക്കപ്പെട്ടിരിക്കുന്നു. ഇതിനെ ചൊല്ലിയുള്ള അഭ്യൂഹങ്ങളും ഇപ്പോൾ പരക്കുകയാണ്. എന്നാൽ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നോ ഇന്ത്യയുടെ ഭാഗത്തുനിന്നോ ഔദ്യോഗികമായി യാതൊരു വിശദീകരണങ്ങളും വന്നിട്ടില്ല. ഇതിപ്പോൾ മൂന്നാം തവണയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ഇന്ത്യയിലേക്കുള്ള യാത്ര റദ്ദാക്കുന്നത്. നേരത്തെ സെപ്റ്റംബർ 9 വരാൻ അദ്ദേഹം ഒരു ദിവസത്തെ സന്ദർശനത്തിനായി അദ്ദേഹം വരാൻ തയ്യാറായിരുന്നു. അതിനുശേഷം സെപ്റ്റംബർ 17 ഇസ്രായേൽ തെരഞ്ഞെടുപ്പ് പെട്ടെന്ന് പ്രഖ്യാപിക്കുകയും അതിന്റെ തിരക്കുകളിലേക്ക് പോകുന്നതുകൊണ്ട് അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞില്ല. എന്നാൽ ഇപ്പോൾ അദ്ദേഹം യാത്ര ചെയ്യാൻ ഇവിടെ എത്താൻ തീരുമാനിച്ചതിന്റെ പിന്നാലെയാണ് ദില്ലിയിൽ വലിയ സ്ഫോടനം നടന്നിരിക്കുന്നത്. ഈ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ യാത്ര റദ്ദാക്കിയതെന്നാണ് ചില ഇസ്രായേലി മാധ്യമങ്ങൾ പറയുന്നത്. എന്നാൽ അങ്ങനെയല്ല. ഒരുപക്ഷെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഏത് നിമിഷവും ഉണ്ടായേക്കാം. ആ ഒരു സാധ്യത കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു തന്റെ യാത്ര ഈ വർഷമില്ല, അടുത്ത വർഷം ആദ്യത്തോടു കൂടി ഉണ്ടാകും എന്നാണ് ഇപ്പോൾ വരുന്ന വിവരം. ഏതായാലും ഇസ്രായേലി മാധ്യമങ്ങൾ പറയുന്നത് ഇത് ഔദ്യോഗികമായി തന്നെ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് വന്നു കഴിഞ്ഞെങ്കിൽ മാത്രമാണ് ഇതിനൊരു സ്ഥിരീകരണം ഉണ്ടാകുക. ഏതായാലും യാത്ര റദ്ദാക്കി എന്നുള്ള വാർത്ത അന്തർദേശീയ തലത്തിലും രാജ്യത്തും ഉള്ള മാധ്യമങ്ങളെല്ലാം തന്നെ വലിയ വാർത്തയെ തന്നെ നൽകുന്നുണ്ട്. ഇങ്ങനെ അഭ്യൂഹങ്ങൾ പരക്കുന്നത് ഇത്തരത്തിലാണ്. അതായത് ഇന്ത്യ പാക് സംഘർഷം ഉണ്ടാകും, ഓപ്പറേഷൻ സിന്ദൂർ 2.0 എന്ന നിമിഷം ഉണ്ടാകും. അത്തരം ഒരു സാഹചര്യത്തിൽ ഇങ്ങോട്ടേക്കുള്ള യാത്ര റദ്ദാക്കി എന്നുള്ളതാണ്. പക്ഷേ അടുത്ത മാസം ഡിസംബറിൽ ആദ്യം ഇവിടെ ശ്രീ വ്ളാഡിമിർ പുടിൻ, റഷ്യൻ പ്രസിഡന്റ് ഇവിടെ എത്തുന്നുണ്ട്. മറ്റ് ചില രാജ്യങ്ങളുടെ ഭരണാധികാരികളും ഇന്ത്യയിൽ എത്തുന്നുണ്ട്. ഈ ഒരു സാഹചര്യം കൂടി ഇവിടെ ഓർക്കേണ്ടതായിട്ടുണ്ട്. കാരണം ബെഞ്ചമിൻ നെതന്യാഹു ഒക്കെ വളരെ സെക്യൂരിറ്റി സംവിധാനങ്ങൾ ഉള്ള ഒരു ഭരണാധികാരി കൂടിയാണ്. അദ്ദേഹം വരുന്ന സമയത്തിന് മുൻപായിരുന്നു ഡൽഹിയിലെ സ്ഫോടനം. അതിനെ വളരെ ഗൗരവത്തിലാണ് ഇസ്രായേലും കണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.